ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇൻട്രോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയണില്ല, കാരണം നിങ്ങൾക്ക് ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. പരമാവധി വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ഒട്ടനവധി കൂട്ടുകാരുണ്ട് കേട്ടോ. എന്താ പറയുക, ഒത്തിരി ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ തൊട്ടടുത്തുള്ള ബെല്ലിൻ്റെ ചിഹ്നം കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ അടിച്ചിടാന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താലാണ് നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന എയർബോ ഉണ്ടല്ലോ, അത് 3 പീസ്. അതുപോലെ ആ ഗിൽറ്റർ ട്യൂബ് ആഡ് ചെയ്തിട്ടുള്ള അത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ കാണിക്കുന്ന ആ എയർബോ 3 പീസ്. അതുപോലെ ഇപ്പോൾ ഈ കാണിക്കുന്ന റെഡും ആ ബീഡ്സും കൂടി ആയിക്കാണ്ടുള്ള 3 പീസ്. ഇനിയിപ്പോൾ ഈ 3 പീസ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ആ സാറ്റിൻ്റെത് വെച്ചിട്ട് ആ വർക്ക് 2 എണ്ണം ചെയ്ത ആ വർക്കിൻ്റെ ഒന്നും കൂടി ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസും ഓർഡർ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പേക്കിങ് കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യും ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട്. അപ്പോൾ ഇതും 3 പീസാണ് കേട്ടോ. അതിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ളത് മാത്രമേ 2 പീസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. കസ്റ്റമൈസ്ഡ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അവർ ഓറഞ്ചും ഗ്രീനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതും നമ്മൾ 2 പീസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 1 പീസും കൂടി ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അല്ലേ, നമ്മൾ ബണ്ണ് വെച്ചിട്ട് ഈ ചെയ്തിട്ടുള്ള എയർബോ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു എയർബോയും കൂടിയാണ് കേട്ടോ. കാരണം ആ വർക്ക് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ആ വീഡിയോ ഒത്തിരി വൈറലാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒത്തിരി ആളുകൾ, കൂടുതലായിട്ട് വൈറലായിട്ടൊന്നുമില്ല എങ്കിലും കൂടിയിട്ട് ഒത്തിരി ആളുകൾ ആ എയർബോനെ കുറിച്ച് പറയുമ്പോൾ ഒത്തിരി ഒരു മനസ്സിനൊരു കുളിരുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2 ഹെയർബോ മേക്കിംഗ് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ എൻ്റെ ബീഡ് ആഡ് ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ബീഡ് ഒട്ടിച്ചെടുക്കുക. ഒട്ടിയതിന് ശേഷം നമ്മൾ ചെയ്യണത് നിങ്ങൾ കാണുക കേട്ടോ. ഗിൽറ്റർ ട്യൂബാണ് നമ്മൾ ഇട്ട് കൊടുക്കാമെന്ന്. ഗിൽറ്റർ ട്യൂബിൻ്റെ 2 ഹെയർബോ നിങ്ങൾ കണ്ടില്ലേ, സെൻറ്ററിൽ ബീഡ്സ് വെച്ചുകൊണ്ടുള്ള ഫ്ലവർ ബീഡ്സ്. ആ എയർബോയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ, എൻ്റർടൈൻമെൻറ്റ് മീൻസ് എന്താ പറയുക, ഒരു വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾക്ക് മൈൻഡ് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കൂലേ. അപ്പോൾ അത് നിങ്ങൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് ഒരു വരുമാനം ഉണ്ടാക്കാനും പറ്റും. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ വർക്ക് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരു ഐഡിയയിലുള്ള വർക്കുകളാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ ഒരു ഐഡിയയിൽ നിന്ന് കിട്ടുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് കേട്ടോ. അത് എന്താ പറയുക, നമ്മൾ മറ്റേതിൽ ചെയ്തിട്ടുള്ള അതേ രീതിക്ക് തന്നെ ഇതിലും നമുക്ക് ബീഡ്സുകൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ റെയിൻബോ പേസ്റ്റൽ ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്, ഏത് കളർ വേണം, എന്ത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൽ മെറ്റീരിയൽസ് ചെയ്യാതെ ഞങ്ങൾ എങ്ങനെ ചെയ്യാമെന്നുള്ള ഇതിൽ കൺഫ്യൂഷനായി ഇരിക്കുന്ന ആളുകളുണ്ടാവില്ലേ, അവർക്ക് നമ്മൾ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ആയാലും അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും ഒക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ എയർ ഓയിലിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റൂല. ഓക്കെ. കാരണം ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഐറ്റംസാണ് നമ്മളുടെ എയർ ഓയിൽ. ഓക്കെ. അപ്പോൾ ഒത്തിരി പേർക്ക് എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ എയർബോ വർക്ക് കാണുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടാനെന്ന് പറയാൻ കാരണം അവർ വാങ്ങിച്ചിട്ട് നമ്മളോട് അവരുടെ റീപ്ലൈ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ലാസ്റ്റിൽ ഒരാൾ ഹെയർ ഓയിൽ വാങ്ങിച്ചു, അവർക്കും അവരുടെ പ്രശ്നം ഉറക്കക്കുറവായിരുന്നു കേട്ടോ. ഉറക്കക്കുറവ് മീൻസ്
എന്താ പറയുക, ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ച് ക്ഷീണത്തിൽ എന്താ പറയുക, സ്ഥിരമായിട്ട് മരുന്നൊക്കെ കുടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ എന്താ പറയുക, ഉറക്കത്തിൻ്റെ പ്രശ്നം വല്ലാതെ അവരെ മാനസികമായിട്ട് അലട്ടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉറക്കത്തിന് കുറവെന്ന് പറയുമ്പോൾ ഡോക്ടർമാർ അതിനുള്ള ഗുളികയാണ് കൊടുക്കുന്നത്. ഓക്കെ, ആ ഗുളിക കഴിച്ചാലാണ് അവർക്ക് ഉറക്കം കിട്ടാറുണ്ടാവുക. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളൊരാൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒത്തിരി ആളുകൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. നല്ല റിസൾട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ വാങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ എത്തുന്ന ഹെയർ ഓയിൽ വാങ്ങിയ ആൾ പറഞ്ഞത് നമ്മളോട്, എന്താ പറയുക, അവർക്ക് നല്ലോണം 2 ദിവസമായി അവർ യൂസ് ആക്കണം. ഫസ്റ്റ് യൂസിങ്ങിൽ പറയണ്ടല്ലോ വിചാരിച്ച് രണ്ടാമത് യൂസ് ആക്കിയിട്ട് പറയാമല്ലോ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഈ 2 ദിവസം നല്ല കൂളായിട്ട് അവർ കിടന്ന് ഉറങ്ങി എന്നുള്ളതാണ് അവർ പറഞ്ഞത് കേട്ടോ. കാരണം അവർ മരുന്ന് യൂസ് ചെയ്തിരുന്ന ആളാണ്. ആ മരുന്ന് ഇപ്പം നിർത്തിയിട്ടുണ്ട്. എങ്കിലും കൂടിയിട്ട് അവർക്ക് ഉറക്കം എന്ന് പറഞ്ഞ സംഭവം തീരെയില്ല. അപ്പോൾ ഈ മരുന്നുകൾ കൂടുതൽ നമ്മൾ കുടിക്കുക, എന്താ പറയുക, കഴിവിൻ്റെ പരമാവധി നമ്മൾ മരുന്നുകൾ ഒഴിവാക്കാൻ നോക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ നമ്മൾ മരുന്ന് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മളങ്ങനെ പറയാൻ കാരണം അവർ മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നമ്മളോട് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കിഡ്നി അടിച്ചു പോകും, അങ്ങനെയാണ് ഇംഗ്ലീഷ് മരുന്നാകുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളോട് പറയാറുണ്ട് അല്ലേ. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കഴിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഉറക്കമൊക്കെ എന്ന് വെച്ചാൽ ഉറക്കത്തിനൊക്കെ നമ്മൾ ഗുളിക കുടിക്കുക എന്ന് പറയുമ്പോൾ വലിയൊരു വിഷമമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി ആളുകളെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾക്ക് 100% ഗ്യാരൻറ്റിയോട് കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മരുന്നോ കാര്യങ്ങളോ ഒന്നുമല്ല, നിങ്ങളെ വായിലേക്ക് കഴിക്കുന്നതോ ഒന്നുമല്ല. നിങ്ങൾക്ക് കൂളായിട്ട് നിങ്ങളെ മുടിയിൽ തേച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിക്ക് തല കഴുകി നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ സുഖകരമായിട്ട് കിടന്നുറങ്ങാൻ പറ്റും കേട്ടോ. സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, പ്രായപരിധിയോ ഒന്നുമില്ല. കാരണം കുട്ടികൾക്ക് വലിയവർക്കൊക്കെ തേക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് തുടങ്ങിയത് എൻ്റെ ഒരു റിസൾട്ട് പ്രകാരം മാത്രമല്ല, എൻ്റെ മോൾക്ക് തേച്ചിട്ടുള്ള റിസൾട്ടിലും കൂടിയാണ് ഞാൻ അത് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒത്തിരി പേരുകൾ വാങ്ങിയിട്ട് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് റിക്വസ്റ്റ് ചെയ്യുന്നത്. കാരണം ഒത്തിരി ആളുകൾ ഈ ഒരു കാരണത്താൽ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് അല്ലേ. ഉറക്കം എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് ഭക്ഷണം അതുപോലെ ഉറക്കം, ഇത് രണ്ടുമാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കാരണം ഒരു മനുഷ്യൻ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കും വേണം, എങ്കിൽ നല്ല രീതിക്ക് തന്നെ അവർ അതിൻ്റേതായിട്ടുള്ള ടൈമുകളിൽ കിടന്ന് ഉറങ്ങുകയും വേണം, എങ്കിൽ ആ മനുഷ്യന് മനസ്സമാധാനത്തോടുള്ളൊരു ഇതുണ്ടാവുള്ളൂ. കാരണം ഈ എണ്ണൻ്റെ എഫക്റ്റ് അപ്പോൾ നിങ്ങൾ പറയും നിങ്ങളെ ബിസിനസ്സിനെ ഇതാക്കില്ലേന്ന്. പക്ഷേ ഞാനത് മാത്രമല്ല കേട്ടോ എൻ്റെ ലക്ഷ്യം. കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ആ വയ്യാത്ത ആൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതുപോലെ എല്ലാവരോടും പറയുക, കാരണം എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, ഇത് എന്നും നിലനിൽക്കണേന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഠിച്ച റബ്ബിൻ്റെ സഹായത്തോടെ അത് എന്നും അവർക്ക് നിലനിൽക്കട്ടെ. കാരണം ഒരു ഗുളിക കഴിക്കണതിലും പകരം അവർക്ക് തലയിൽ ഇത് തേച്ച് അവരുടെ മുടിക്ക് വളർച്ചയ്ക്കും എല്ലാത്തിനും, താരനും ചൊറിച്ചിലിനും ഉറക്കക്കുറവിനും മാനസിക പിരിമുറുക്കം എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ആ ഹെയർ ഓയിൽ തേച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തന്നെ നല്ല തണുപ്പായിരിക്കും. അതുപോലെ നല്ല സുഖമായിട്ട് നമ്മളുടെ മൈൻഡ് ഫ്രഷ്നെസ്സിനോട് കൂടിയിട്ട് നമ്മൾക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. അതുപോലെ മുടിയുടെ വളർച്ച, ഈ ഒരേ ലെവലിൽ നിൽക്കുന്ന മുടി ഉണ്ടല്ലോ, ഒരു വളർച്ചയില്ലാതെ ഒരേ ലെവലിൽ നിൽക്കുന്ന മുടി, ആ മുടി നല്ല ഇടതൂർന്ന് വളരാനും അതുപോലെ നല്ല നീളം വെക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു ഗുണത്തോട് കൂടിയിട്ടുള്ള എണ്ണയാണ് കേട്ടോ. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ആർക്കും തേക്കാം, കുഞ്ഞു മക്കൾക്ക് പോലും തേക്കാം കേട്ടോ. എൻ്റെ 2 വയസ്സായ മോൾക്ക് വരെ ഞാൻ തേച്ച് കൊടുക്കുന്നത് അതാണ് കേട്ടോ. അപ്പോൾ ഒരു നീരിറങ്ങുന്ന പ്രശ്നമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ആരും വാങ്ങിയിട്ട് ഇതുവരെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഓരോ മെറ്റീരിയൽസും, ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും ഹെയർ ആക്സസറീസ് ആയാലും അതുപോലെ ഹെയർ ഓയിൽ ആയാലും വേണ്ടവർ സ്നേക്ക് കാണുന്ന നമ്പർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഹെയർ ഓയിലിന് നിങ്ങൾക്ക് വരുന്ന റേറ്റ് വെറും
250 രൂപ മാത്രമാണ് കേട്ടോ. 200 ml ആണ് ഉണ്ടാവുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ ഓയിലും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് ഇവിടെ വർക്ക് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് അല്ലേ. നിങ്ങൾ ആ സൈഡിൽ കാണുന്നുണ്ടല്ലോ റെഡ് ഗിൽറ്റർ ട്യൂബ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വേറൊരു ഡിസൈനിലാണ് നമ്മളിപ്പോൾ ഈ ചെയ്യണത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാമെന്ന് പറയണത് അതാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ ചില ആളുകൾ ബിസിനസ് സ്റ്റാർട്ടാക്കിയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് കേട്ടോ. കാരണം ഞാൻ പറയാൻ കാരണം ഗ്രൂപ്പുകളിൽ ഒരു റീപ്ലൈ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. കാരണം അവർ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുള്ള ആളുകളാണ്. അതിൽ നിന്ന് രക്ഷപ്പെട്ട ഒത്തിരി പേരുണ്ട് കേട്ടോ. 95% ആളുകൾ രക്ഷപ്പെട്ടവരാണ്. 5% പേര് മാത്രമാണ് അതിൽ എന്താ പറയുക സെയിലിംഗ് ഇല്ല എന്ന് പറയുന്ന ആളുകൾ ഉള്ളത്. കാരണം അവർ ഒരിക്കലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫസ്റ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് ഒന്ന് റണ്ണിങ് ആവണമെങ്കിൽ തന്നെ ഒത്തിരി ടൈം പിടിക്കും. കാരണം നമ്മൾ ചില ആളുകൾ പറയും നമ്മൾ സമയദോഷം അല്ലെങ്കിൽ നമ്മളിതെന്ന്. അതൊക്കെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ പറയണതാണ് കേട്ടോ. നമുക്ക് അങ്ങനൊരു സമയദോഷമായിട്ടും സമയനഷ്ടമായിട്ടൊന്നും ഇല്ല. എല്ലാ സമയങ്ങളും നമുക്ക് ഒരുപോലെയാണ് അല്ലേ. എൻ്റെ ഒരു രീതിയിൽ ഞാൻ പറയണം കേട്ടോ. അങ്ങനെ ഒരു ഇതുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല. അപ്പോൾ ഞാൻ പറയാൻ കാരണം നമ്മൾ ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ വിഷമിച്ചിരിക്കുന്ന ഒട്ടനവധി ദിവസങ്ങളുണ്ടായിട്ടുണ്ടാവും അല്ലേ. ഈ പറയണ എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഒട്ടനവധി ദിവസങ്ങൾ ഓർഡർ കാര്യങ്ങളൊന്നും ഇല്ലാതെ എന്നും നമുക്ക് ഒരു ഓർഡറെങ്കിലും കിട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളെ ബിസിനസ്സിൽ മൂവിങ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ മാഷാ അല്ലാഹ് ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് 5 മാസത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ എന്നെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ എനിക്ക് ഇതുവരെ എൻ്റെ ബിസിനസ്സിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ഡെയിലി എന്താ പറയുക ഒന്നുമില്ലാന്നുണ്ടെങ്കിലും ഒരു 3-4 പോസ്റ്റെങ്കിലും എനിക്ക് ഡെയിലി ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ 2 ദിവസമാണെന്നുണ്ടെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടാണ് ഞാൻ പോസ്റ്റ് ആക്കാറുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാറാണ്. ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് പോസ്റ്റ് ഓഫീസിലുള്ള പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഞാൻ ഒരുമിച്ച് അയക്കാറില്ല. കാരണം ഓരോന്ന് ചില ദിവസം വലിയ എൻക്വയറീസ് ആണുള്ളതെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാത്രം അന്ന് പോസ്റ്റാക്കും. ചെറുതൊക്കെ നമ്മൾ എന്താ പറയുക അതിൻ്റെ തലേ ദിവസമൊക്കെ ആയിട്ടാണ് പോസ്റ്റാക്കാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഇന്നലെയൊക്കെ ആയിട്ട് പേയ്മെൻറ്റ് ചെയ്ത ആളുകളുണ്ട്. അവർക്ക് ഞാൻ നാളെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന അന്നായിരിക്കും അവരുടെ പോസ്റ്റ് നമ്മൾ അയക്കുക. ഓക്കെ. കാരണം നമുക്ക് ഇന്നലെ ഒരു വലിയൊരു എൻക്വയറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പോസ്റ്റ് ചെയ്യേണ്ട കൂട്ടത്തിൽ നമുക്ക് മറ്റേത് പോസ്റ്റാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മളത് അയക്കാതിരുന്നത്. പിന്നെ അതിലോട്ടുള്ള വർക്കിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ വർക്ക് കംപ്ലീറ്റ് ആയത് അതിൻ്റെ തലേ ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക പോസ്റ്റാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇനി നാളെ മീൻസ് നിങ്ങൾ വീഡിയോ കാണുന്ന ദിവസം ഓക്കെ അന്നായിരിക്കും ഏകദേശം ഡേറ്റ് വരിക 9-ാം തീയതി അല്ലെങ്കിൽ 10-ാം തീയതി ആയിരിക്കും അല്ലേ. അപ്പോൾ അന്നായിരിക്കും നമ്മൾ പോസ്റ്റാക്കുക കേട്ടോ. പിന്നെ പോസ്റ്റാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി ആളുകളുടെ ചോദ്യമാണ് എന്നാ കിട്ടുകയെന്ന്. നമ്മൾ ഇവിടുന്ന് പോസ്റ്റാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് അയച്ചു തരും. കാർഡ് അയച്ചു തരാതെ മറന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ ഓർമ്മാക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ പോസ്റ്റ് കാർഡ് ഒന്ന് വിട്ട് തരുമോ ചോദിച്ചിട്ട് നമ്മൾ ഓർമ്മാക്കേണ്ടതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കാർഡ് അയച്ചു തരുമ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ട്രാക്ക് നോക്കാൻ പറ്റും. അതിൽ ഒരു നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പർ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളിത് എവിടെ എത്തി എന്നുള്ളത് കേട്ടോ. നിങ്ങൾ ഇന്നാണ് ഇപ്പോൾ ഞാൻ പോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അന്നാണ് ഞാൻ പോസ്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അന്ന് അത് വൈകിട്ട് ആണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുക. കോഴിക്കോട്ട് കടലുണ്ടി ഭാഗമെന്നാണ് തോന്നുന്നു എന്തോന്ന് പറഞ്ഞത് അവർ. കോഴിക്കോട് ഭാഗത്ത് പോയിട്ട് അവിടുന്ന് കോഴിക്കോട് ഹാർബർ വഴിയാണ് നമ്മൾ മറ്റ് ട്രാക്കിലോട്ട് അത് നീങ്ങുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മലപ്പുറം ഭാഗത്തുള്ള ആളുകൾക്ക് 2 ദിവസം 3 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടും. ഫസ്റ്റിലൊക്കെ ഞാൻ അയക്കുമ്പോൾ ഒരാഴ്ചത്തെ ടൈമൊക്കെ ആവാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ ആവാറില്ല. ഇപ്പോൾ 3-4 ദിവസത്തിനുള്ളിൽ സാധനം കിട്ടാറുണ്ട്. ഓക്കെ. അപ്പോൾ ആ ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ചില ആളുകൾ പറയുന്നുണ്ട് ഈ ഗ്ലൂവിനെ കുറിച്ച്. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യൽ തുടങ്ങിയാൽ ഞാൻ യൂസ് ആക്കുന്നത് ഈ ഗ്ലൂ ആണ്.
എൻ്റെ വീട് മാത്രം ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഒട്ടുക മീൻസ് മറ്റേത് പെട്ടെന്ന് ഒട്ടാത്തതുകൊണ്ടല്ല, പക്ഷെ നമുക്ക് വീഡിയോയിൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞാലല്ലേ ബാക്കി പ്രൊസീജിയറിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എൻ്റെ വീട് വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ നമ്മൾ എൻ്റെ വീട് ഒട്ടിക്കുന്നത് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ്, നിങ്ങൾ കണ്ടല്ലോ. ബാക്കിയെല്ലാം നമ്മൾ ആ ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഒട്ടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും, എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എയർബോൻ്റെ വർക്ക് നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ഇതൊക്കെ ചില ആളുകൾക്ക് തോന്നും ഇതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയണതല്ലേ, പക്ഷേ എങ്കിലും കൂടിയിട്ട് എൻ്റെ ഒരു സന്തോഷം, അതുപോലെ എൻ്റെ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്, അവർക്കൊരു സന്തോഷമായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പിലോട്ട് മെസ്സേജ് അയയ്ക്കുക, ഫോട്ടോ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. കാരണം നിങ്ങൾ നിങ്ങളെക്കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഓരോ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ആ സൈഡിൽ ഇരിക്കുന്ന ഒരു സാറ്റിൻ്റെ ഹെയർ ബോയും 2 ഗോൾഡ് മെറ്റലിൻ്റെ ഹെയർ ബോയും നമുക്ക് വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പോൾ ഇത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ കേട്ടോ. ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ചെയ്തിട്ടുള്ളതിൻ്റെ വീഡിയോ നമ്മളെ ചാനലിലുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതൊക്കെ ഒന്ന് പോയി കാണാം. ഓക്കെ, അതുപോലെ നിങ്ങൾ പരമാവധി ആളുകൾ ലൈക്ക് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ലൈക്ക് എത്രത്തോളം കൂടുന്നുണ്ട് അത്രത്തോളം ആയിരിക്കും നമ്മളുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തുക. നമ്മൾ ആ ബുഷ് വെച്ചിട്ട് ബണ്ണിൻ്റെ മെറ്റീരിയൽസ്, ചില ആളുകൾ ബുഷ് എന്ന് പറയും, ചില ആളുകൾ പുഴു എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. നമുക്ക് തന്നെ അത്ഭുതമാണ്, ഓരോരുത്തരും ഓരോ ഭാഷയിൽ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ കൺഫ്യൂഷനായി പോകും. ഇപ്പം നമുക്കത് ശീലമായി കഴിഞ്ഞു കേട്ടോ. കാരണം 1000-ലധികം പോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടത് കൊണ്ട് തന്നെ ഇപ്പം നമുക്ക് എല്ലാം ശീലമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് പറയാൻ സുഖം അതാണ് കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒട്ടനവധി ആളുകളുണ്ടാവും കേട്ടോ. അങ്ങനെ നമ്മൾ വർക്ക് കണ്ടിട്ട് വേറെയുള്ളവർക്ക് ആളുകൾക്ക് നമ്പർ കൊടുത്തിട്ട് അവർ നമ്മൾ മെറ്റീരിയൽസിന് വേണ്ടി കോൺടാക്ട് ചെയ്യണം, ആ രീതിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒത്തിരി ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ഇത് ചെയ്യണം താല്പര്യമുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ എല്ലാവരിലോട്ടും നമ്മളെ വീഡിയോ എത്തണം എന്നില്ലല്ലോ. കാരണം അത്രത്തോളം ലൈക്ക് കാര്യങ്ങളൊന്നും നമ്മളെ വീഡിയോക്കില്ല. അതുകൊണ്ടാണ് കേട്ടോ. ലൈക്ക് കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ റണ്ണിങ് ആയിട്ട് അങ്ങനെ പോയിക്കോളൂ കേട്ടോ. ഇപ്പോൾ ആ സാറ്റിൻ്റെ എയർ ബോൾ നമ്മൾ ചെയ്യാനുള്ളത് ആ വർക്കാണ് കേട്ടോ. മെറ്റലിൻ്റെ എയർ ബോൾ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ 2 ദിവസം മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ക്രിസ്റ്റൽ ബീഡ് വെച്ചിട്ടുള്ള വർക്ക്, അതാണ് അതിൽ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.